Hey all, welcome to my YouTube channel. കുറേ നാളായി നമ്മൾ കണ്ടിട്ട്, കുറേ നാളായി വീഡിയോസ് എടുത്തിട്ട്. ഇപ്പം ഞാൻ എവിടെയെന്നറിയാമോ? നിങ്ങൾക്ക് ഇവിടെ നിന്ന് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. ഞാനൊരു എയർപോർട്ടിലാണ്. ഇവിടെ എനിക്കൊരു ജോബ് സെറ്റായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കിങ്സ്റ്റണിൽ നിന്ന് ട്രാവൽ ചെയ്ത് തണ്ടർ ബേയിൽ വന്നു. ഇന്നലെ ആയിരുന്നു ട്രാവൽ ചെയ്തത്. എന്നിട്ട് നമ്മളിവിടെ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യായിരുന്നു. ഞാൻ വീഡിയോസ് എടുക്കണമെന്ന് ഓർത്തതാണ്, വ്ളോഗ് എടുക്കണമെന്ന് ഓർത്തത്. അപ്പോൾ എന്തോ തോന്നിയില്ല എടുക്കാനൊന്നും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ നിവർത്തി പിടിക്കാത്ത ഇവിടെ ആൾക്കാർ പുറകിലുണ്ട്. ഇനിയിപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലാന്ന് ഓർത്താണ് അങ്ങനെ വിശാലമായിട്ട് പുറകൊന്നും കാണിക്കാത്ത എൻ്റെ മാത്രം മുഖം കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇന്നലെ കിങ്സ്റ്റണിൽ നിന്ന് രാവിലെ വന്നു. എത്ര മണിക്കായിരുന്നു? 8:30 ഫ്ലൈറ്റ്. അപ്പോൾ അതിരാവിലെ 3 മണിക്ക് നമ്മുടെ അവിടെ നിന്ന് ടൊറൻഡോ എയർപോർട്ടിൽ നിന്നാണ് കയറിയത്. അപ്പോൾ അവിടെ നിന്ന് 3 മണിക്കൂറുണ്ട് കിങ്സ്റ്റണിൽ നിന്ന് ടൊറൻഡോ എയർപോർട്ടിലേക്ക് വരെ. അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്ത് അപ്പോൾ രാവിലെ 3 മണിക്ക് പോയി. എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു ഇവിടെ വരെ. അപ്പോൾ ആ കുട്ടിക്ക് ഇവിടെ നിന്ന് ഫ്ലൈറ്റ് 10:30-ക്കാണ്, എനിക്ക് ഇവിടെ നിന്ന് 8:30-ക്കാണ് ഫ്ലൈറ്റ്. 8:30-ക്കല്ല, ആ കുട്ടിക്ക് 12:30-ക്കാ ഫ്ലൈറ്റ്, എനിക്ക് ഇവിടെ നിന്ന് 10:30-ക്കാ ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏകദേശം 9:45. 10:30-ക്കത്തെ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട്, അതായത് സെക്കൻഡ് ഫ്ലൈറ്റ്. നമുക്ക് 3 ഫ്ലൈറ്റ് കയറണം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ചെല്ലാനായിട്ട്. സർപ്രൈസാണ്, എനിക്കതൊരു സർപ്രൈസായിരിക്കും ആ സ്ഥലം. 3 ഫ്ലൈറ്റൊക്കെ കയറണം. അപ്പോൾ എന്തായാലും അതൊരു സർപ്രൈസിങ് പ്ലേസ് ആയിരിക്കുമല്ലോ. ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് വന്നപ്പോൾ. അതൊക്കെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ഞാനെടുത്ത ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ വീഡിയോ ആയിരുന്നു. ടൊറൻഡോയിൽ നിന്ന് തണ്ടർ ബേയിലേക്കായിരുന്നു ഈ ഫ്ലൈറ്റ്. 2 മണിക്കൂറായിരുന്നു ഡ്യൂറേഷൻ. ഞാൻ നേരത്തെ താമസിച്ചിരുന്ന സിറ്റിയിൽ നിന്ന്, അതായത് കിങ്സ്റ്റണിൽ നിന്ന് ടൊറൻഡോ എയർപോർട്ട് വരെ ഏകദേശം 3 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാൻ താമസിച്ച വീട്ടിലെ കപ്പിൾസാണ് എന്നെ കൊണ്ട് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തത്. രാവിലെ 8:30-ക്ക് ആയത് കാരണം ഫ്ലൈറ്റ്, അതുകൊണ്ട് നമുക്ക് നേരത്തെ വെളുപ്പിനേ വീട്ടിൽ നിന്ന് പോരേണ്ടി വന്നു. 3 മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഞാനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. തലേ ദിവസം വീട്ടിൽ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അവർ ഞാൻ പോകുന്ന വരെ, അതായത് രാത്രി 3 മണി വരെ എണീറ്റിരിപ്പുണ്ടായിരുന്നു. നമുക്ക് ശരിക്കും ഉറങ്ങാൻ തോന്നിയില്ല, കാരണം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഒന്ന് അടിച്ചു പൊളിച്ച് വരുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ജോലി കിട്ടിയത്. അതും ഒരുപാട് ദൂരെ, 3 ഫ്ലൈറ്റ് കയറേണ്ടി, അത്രയും ദൂരെയായിരുന്നു ജോലി കിട്ടിയത്. ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു ആ സ്ഥലം വിട്ടു പോരുന്നതിന്. പക്ഷേ സങ്കടമെല്ലാം മനസ്സിലൊതുക്കി നല്ല കാര്യത്തിനല്ലേ എന്ന് ഓർത്ത് ഇങ്ങോട്ടേക്ക് പോന്നു. നമ്മൾ കിങ്സ്റ്റണിൽ താമസിച്ചിരുന്ന കാലാവസ്ഥ പോലെ അല്ലായിരുന്നു തണ്ടർ ബേയിൽ ചെന്നിറങ്ങിയപ്പോൾ. നല്ല തണുപ്പായിരുന്നു. കിങ്സ്റ്റണിൽ ഒരു -3 ഒക്കെ ആയിരുന്നെങ്കിൽ തണ്ടർ ബേയിൽ -20 ആയിരുന്നു. ആദ്യമൊന്നും ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. കയ്യിൽ ഗ്ലൗസ് ഇല്ലാണ്ടൊന്നും പുറത്ത് നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തായിരുന്നു. കാരണം നമ്മൾ തന്നെ പെട്ടിയൊക്കെ എടുത്ത് എല്ലാം ചെയ്യുമ്പോൾ കൈയെല്ലാം പുറത്തായിരുന്നു. ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത പോലെ ഫീൽ ചെയ്തു. ഇത് ഞാൻ തണ്ടർ ബേയിൽ നിന്ന് എടുത്ത നെക്സ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു, എൻ്റെ സെക്കൻഡ് ഫ്ലൈറ്റ്. അത് തൊട്ടടുത്ത ഒരു ടൗണിലേക്കായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. അത് ഡ്യൂറേഷൻ 1 മണിക്കൂറായിരുന്നു. ഇത് ഭയങ്കര കുഞ്ഞു ഫ്ലൈറ്റായിരുന്നു. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു. ഒരു 15 പേർക്ക് നിൽക്കാൻ പറ്റുന്ന ഫ്ലൈറ്റ്. ഇത് നോക്കിയാടാ, എന്തൊരു കുഞ്ഞു സീറ്റ്, ഭയങ്കര കുഞ്ഞു സീറ്റ്. എനിക്ക് ചിരി തന്നെ. എനിക്ക് ഈ പ്ലെയിനിൻ്റെ വീഡിയോ പുറത്തുനിന്ന് എടുക്കാൻ പറ്റിയില്ല, കാരണം അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗ്യാപ്പിൽ ഹെഡ്സെറ്റും ഫോണൊന്നും യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന്. ആ കിടക്കുന്ന പ്ലെയിനിൻ്റെ അതുപോലെ തന്നെയായിരുന്നു നമ്മളുടെയും പ്ലെയിൻ. അത്രയും കുഞ്ഞു പ്ലെയിൻ, ഇത്രയും പേർക്ക് ഇരിക്കാൻ പറ്റുന്ന പ്ലെയിൻ ആയിരുന്നു.
ഞാൻ സെക്കൻഡ് ഫ്ലൈറ്റ് ഇറങ്ങിയ ടൗണിൽ എന്നെ വെയിറ്റ് ചെയ്ത് നിന്നിരുന്നത്, എന്നെ ഇൻ്റർവ്യൂ ചെയ്ത് എന്നെ ജോബിൽ സെലക്ട് ചെയ്ത ഒരു ലേഡി ആയിരുന്നു. പുള്ളിക്കാരത്തി എന്നെ വന്ന് പിക്ക് ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് അടുത്ത ഫ്ലൈറ്റിൻ്റെ എയർപോർട്ടിലേക്ക് പോയി. എല്ലാം ചാർട്ടേഡ് ഫ്ലൈറ്റായിരുന്നു. രണ്ടാമത് കയറിയ ഫ്ലൈറ്റും മൂന്നാമത് കയറാൻ പോകുന്ന ഫ്ലൈറ്റും എല്ലാം ചാർട്ടേഡ് ഫ്ലൈറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള എയർപോർട്ടുകളൊന്നുമില്ല. അപ്പോൾ കുറച്ച് ട്രാവൽ ചെയ്തിട്ട് വേണമായിരുന്നു അടുത്ത എയർപോർട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ പുള്ളിക്കാരത്തിയാണ് എന്നെ ഡ്രോപ്പ് ചെയ്തത്. നമ്മളിപ്പോൾ അടുത്ത ഫ്ലൈറ്റ് കയറാൻ വേണ്ടി വന്നേക്കാം കേട്ടോ. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇവിടെ അധികം ആൾക്കാർ, ഇതൊരു കമ്മ്യൂണിറ്റി ഏരിയ കാരണം കുഞ്ഞു കുഞ്ഞു ഫ്ലൈറ്റ്സാണ് അങ്ങോട്ടേക്ക് ഫ്ലൈ ചെയ്യണത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. ചാർട്ടർ ഫ്ലൈറ്റ്. ഇതാണ് ഫ്ലൈറ്റ് ടു സ്ലേറ്റ് ഫോൾസ്. ഓ മൈ ഗോഡ്, ഇതെന്തത്? ഇങ്ങനെയൊക്കെ കയറണം. നൈസ്. ഒരു കണക്കിന് നമ്മൾ വലിഞ്ഞു പിടിച്ച് കയറി. നോക്ക ഇതെങ്ങനെ വർക്ക് ചെയ്യണേന്ന്. നമ്മളിവിടുന്ന് ഫ്ലൈ ചെയ്യാൻ പോണെയാണ് ആ കുഞ്ഞു പ്ലെയിനിൽ. അരമണിക്കൂർ എന്താ ഉള്ളെന്ന് തോന്നുന്നു. ഐ ആം എക്സൈറ്റഡ്, പക്ഷേ അതുപോലെ തന്നെ നെർവസുമാണ്. നല്ല മഞ്ഞുള്ള സമയമായിരുന്നു. ഈ മഞ്ഞത്തൂടെയായിരുന്നു ഫ്ലൈറ്റൊക്കെ ഓടിക്കൊണ്ടിരുന്നത്. തൊട്ടടുത്ത ആ എയർപോർട്ടിൽ തന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഇതുപോലത്തെ ഫ്ലൈറ്റ്സ് ഉണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ ഓരോരോ കമ്മ്യൂണിറ്റിയിലേക്ക് ഫ്ലൈ ചെയ്യുന്ന ഫ്ലൈറ്റ്സ് ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മഞ്ഞുമൂടിയ താഴ്വാരം, അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ കുഞ്ഞു ഫ്ലൈറ്റിൽ കൂടെ ഫ്ലൈ ചെയ്യണം. ഇതെന്തേത് റോഡ് പോലെ നോക്കി. ഇനി ഈ ഫ്ലൈറ്റ് ഞെരങ്ങി അവിടം വരെ പോകുക, അങ്ങനെ ആയിരിക്കുക. ഇത് നോക്കിയ റോഡ്, കറക്റ്റ് റോഡ്, പക്കാ റോഡ്. നമ്മൾ കാർ ഓടിച്ച് പോണ റോഡ്. വാട്ട്.
നമ്മളിവിടെ എത്തി ഗൈസ്. ഇതാണ് സ്ലൈറ്റ് ഫോൾസ്. എൻ്റെ ദൈവമേ, അതാണ് നമ്മുടെ സ്കൂള്. ഇത് എനിക്ക് കിട്ടിയ അപ്പാർട്ട്മെൻറ്റ്. ഇന്നാണിപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ദിസ് ഈസ് മൈ അപ്പാർട്ട്മെൻറ്റ്, നോട്ട് അപ്പാർട്ട്മെൻറ്റ്, ഹൗസ്, റൂം. അതിപ്പോൾ ഞാൻ ആരുടെയും കൂടെ സ്റ്റേ ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇപ്പോൾ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ. കയറി വരുമ്പോൾ തന്നെ ടോയ്ലറ്റ്, വാഷ്റൂം, പിന്നെ ഇത് റൂമ്, നല്ല റൂമ്. റൂമിൽ എന്താ അത്യാവശ്യം വേണ്ട സാധനങ്ങളുണ്ട്, അവർ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കബേർഡ് പോലത്തെ ഒരു സംഭവം, ഹീറ്ററൊക്കെ ഉണ്ട്. പിന്നെ ഇതെന്താ, അത് ഒരു സ്റ്റോറേജ് റൂം പോലത്തെ സ്ഥലം. ആൻഡ് ദിസ് ഈസ് ദ വാഷിംഗ് ഏരിയ. പിന്നെ ഇതെന്താന്ന് ഞാൻ നോക്കിയില്ല. എനിക്കങ്ങനെ ഇത് എടുത്ത റൂമാണെന്ന്. ഇതും വേറൊരു റൂമാണ്. അപ്പോൾ ഷെയറിങ്ങിലാണെങ്കിൽ നൈസാണ് അല്ലേ? ഷെയറിങ്ങിലാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ 2 റൂമുണ്ട് നമുക്ക്. ഞാൻ വിചാരിച്ച ഒരു റൂമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ എന്താ, ഇത് ഒരു ഹോള് പോലത്തെ സെറ്റപ്പ്. ഇനി ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എന്താ, കുറച്ച് ബുക്സൊക്കെ വെച്ചേക്കണം. പിന്നെ ഇത് കിച്ചൺ. ഇത് കിച്ചൺ ഒന്നും ഞാൻ നോക്കിയില്ല. കുറച്ച് പാത്രങ്ങളുണ്ട്. പിന്നെന്താ, പിന്നെന്താ ഇവിടെ, ഇതെന്താ നോക്കട്ടെ. അത് ചിലപ്പോൾ പുറത്തേക്കുള്ള ഡോറായിരിക്കാം. വാട്ട് ഈസ് ദിസ്? ഐ ഹാവ് നോ ഐഡിയ. ലെറ്റ് മീ ചെക്ക്. തുറക്കാൻ പറ്റുന്നില്ലല്ലോ. എനിക്കൊന്നും അങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുന്ന വല്ല ഇതായിരിക്കും. പ്രോബബ്ലി യെസ്. അപ്പുറത്തെ റൂമിലേക്ക് കണക്ട് ചെയ്യുന്ന വല്ലതായിരിക്കും അല്ലേ? അതുകൊണ്ട് നമുക്ക് അങ്ങനെ നോക്കണ്ട. ഇനി എന്താ, ഇവിടെ വഴി നോക്കിയാൽ പുറത്തേക്കുള്ള ഒരു വ്യൂ. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് പുറത്തേക്കുള്ള ഡോറായിരുന്നു. നോക്കിയേ, ഇത് പുറത്തേക്കുള്ള ഡോറാ. പുറത്ത് നോക്കിയേ. ഞാൻ വീട് കാണുന്നതിൽ മുഴുകിയിരുന്നപ്പോഴേ ആലോചിച്ച ഫ്രണ്ടിലത്തെ ഡോറൊക്കെ തുറന്നിട്ടിട്ടാണ് വന്നേക്കണേ. ഫസ്റ്റ് ഡേ ആണ്. ഒന്നും അറിയില്ല, ആരാണ് എന്താണെന്ന് ഒന്നും അറിയില്ല. പെട്ടിയെല്ലാം അങ്ങനെ വണ്ടിയിൽ കൊണ്ടുവന്ന് വെച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു. ഭയങ്കര ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി വീടിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ ട്രാവലിംഗ് ഫ്രം കിങ്സ്റ്റൺ ടു വേർ ഐ ആം കറൻ്റ്ലി വർക്കിംഗ്. ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ.